ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു എക്സാം പോയിന്റ്. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയമാണ്. പോയം എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇറ്റ് ഇസ് പോം, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. ദ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ ഇസ് റൈറ്റ് നൗ ഇസ് പോം എന്നാണ്. പോം താജ്മഹൽ. ഇനി പോയം തന്നെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് പോയം തന്നെയാണ്. ഐ എം ഗോയിങ് ടു റിസൈറ്റ് എ പോയം എന്നാണ് പറയുന്നത്. പോം എന്ന് റെഗുലർലി പറയാറില്ല. സോ നമ്മൾ എന്തായാലും പഠിക്കാൻ പോകുന്നത് താജ്മഹൽ എന്ന പോയമാണ്. കവിതേനെ ആണ്. ആരാ എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പോൾ ഈ താജ്മഹൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറെ കാര്യങ്ങൾ ഇല്ലേ. ആരാണ് ഇത് പണിതത്? രണ്ടുപേരുടെ പേര് നമ്മുടെ ഓർമ്മയിലോട്ട് വരും. അത് ആരൊക്കെയാണ്? ഷാജഹാനും മുംതാസും. മുംതാസ് മരിച്ചു കഴിഞ്ഞിട്ട് മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഷാജഹാൻ പണിതതാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും നമുക്കത് ഓർമ്മയിലുള്ളത്. ഒരാളുടെ പ്രണയ സ്മാരകമാണ്. അയാൾ മരിച്ചു പോയിട്ടും ഇന്നും അനശ്വരമായി നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ കൂടി വന്ന ഡെത്ത് ആനിവേഴ്സറിക്ക് ഓർക്കും അല്ലാണ്ട് പിന്നെ ഓർക്കാനൊന്നും പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അല്ലേ. ആണ് മാക്സിമം എത്ര നാൾ ആൾക്കാർ ഓർക്കും. എന്തായാലും മുംതാസിനെയും ഷാജഹാനെയും നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ട്. അതിന് കാരണവും താജ്മഹൽ തന്നെയാണ്. അപ്പൊ വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ആണ്. സോ നമുക്ക് താജ്മഹൽ പോയം എന്താണെന്ന് നോക്കാം. താജ്മഹൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ താജ്മഹൽ പോയം എന്താണെന്ന് നോക്കാം. സോ ഈ വണ്ടർഫുൾ പോയം എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നിങ്ങൾക്ക് അറിയാം രവീന്ദ്രനാഥ് ടാഗോറിന്. സോ എന്നാണ് ജനിച്ചതെന്ന് നോക്കാം. 1861 ആണ് ജനിച്ചത്. മരിച്ചത് 1941 ആണ്. എഴുതിയ ഒരു ബംഗാളി റൈറ്റർ ആണ്. ബട്ട് ബംഗാളി ലിറ്ററേച്ചറിന് ഒരു ഷേപ്പ് കൊടുത്തത്, ഒരു പേരും പെരുമയും ഒക്കെ കൊടുത്തത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പിന്നെ മ്യൂസിക് ആസ് വെൽ ആസ് ഇന്ത്യൻ ആർട്ടിനും ഇന്ത്യൻ കലക്കും ഒരു ഷേപ്പ് കൊടുത്തത് എവിടെ? ഇൻ ദ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറീസിൽ 19ാം 20ാം നൂറ്റാണ്ടുകളിലൊക്കെ ലിറ്ററേച്ചറിനുള്ള ഒരു ഷേപ്പും മ്യൂസിക്കിനുള്ള ഒരു ഷേപ്പും ഒക്കെ ബൗണ്ട് ചെയ്ത് കൊടുത്തു എന്ന് പറയപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓഥർ ഓഫ് ഗീതാഞ്ജലി ആൻഡ് ഇറ്റ്സ് പ്രൊഫണ്ടലി സെൻസിറ്റീവ്, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ വേഴ്സ്, he became the first non-European to win the Nobel Prize in Literature in 1913. അപ്പോൾ 1913 നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ആണ്. അതുവരെ നോബൽ ലിറ്ററേച്ചർ കിട്ടിയിരുന്നത് യൂറോപ്യൻ കൺട്രീസിൽ താമസിച്ചിരുന്ന റൈറ്റേഴ്സിനാണ്, അല്ലെങ്കിൽ യൂറോപ്യൻസിന് മാത്രമാണ് ലഭിച്ചിരുന്നത്. സോ ഹി വാസ് ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ to win the Nobel Prize in 1930. അത് ഗീതാഞ്ജലിക്കാണ് ലഭിച്ചത്. In translation, his poetry was viewed as spiritual and influential. അപ്പോൾ എഴുതിയിരുന്നത് ഹിന്ദി അല്ലെങ്കിൽ ബംഗാൾ ആ ലാംഗ്വേജസിലൊക്കെയാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ രവീന്ദ്രനാഥ് ടാഗോറിന്റെ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യൂഡ് ആസ് സ്പിരിച്വൽ, ഒരു ആത്മീകതയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നമ്മളെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്ന ഒന്നായിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പോയംസ് കണ്ടിരുന്നത്, റൈറ്റിംഗ്സ് ഒക്കെ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഓഥർ. താജ്മഹൽ എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. സോ താജ്മഹൽ is considered as one of the 7 wonders of the world. ഞാൻ പറഞ്ഞു ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് താജ്മഹലിനെ കണ്ടിരിക്കുന്നത്. It is a work of art that excels time and history. സമയത്തിനും ചരിത്രത്തിനും അപ്പുറം ഒരു വലിയൊരു വർക്ക് ഓഫ് ആർട്ടാണ് എന്നാണ് താജ്മഹലിനെ പറയപ്പെടുന്നത്. The following lines are from Tagore's poem Shahjahan. In this poem, Tagore speaks of the immortal creation, the Taj Mahal, and the timeless appeal of the great monument. അപ്പോൾ ഷാജഹാൻ എന്ന പോയത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറേ വരികൾ. അതിൽ താജ്മഹലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോയത്തിൽ എന്തിനെ കുറിച്ചാണ് ടാഗോർ സംസാരിക്കുന്നത്? സ്പീക്സ് ഓഫ് ഇമ്മോർട്ടൽ ക്രിയേഷൻ. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ കാലത്തിന് നശിപ്പിക്കാൻ പറ്റാത്ത അനശ്വരമായ the Taj Mahal and the timeless appeal of that great monument. Timeless appeal already ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. Timeless appeal എന്ന് പറഞ്ഞാൽ സമയം ഇത്രയും കടന്നുപോയി, വർഷങ്ങൾ ഇത്രയും കടന്നുപോയി, നൂറ്റാണ്ടുകളും കടന്നുപോയിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു അല്ലെ? ഇപ്പോഴും അതിന്റെ മഹത്വം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതാണ് ടൈംലെസ് അപ്പീൽ. സോ the great monument of in India we can see that is Taj Mahal, and we are going to listen to the poem. So listen to the poem carefully. Okay, ഇനി പോയം വായിക്കുകയാണ്. മിസ് ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് മീ റീഡ് ഇറ്റ്. വായിക്കട്ടെ കേട്ടോ മിസ് ആദ്യം. You knew, Emperor of India Shahjahan, that life, youth, wealth, renown all float away down the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep like a sunset's crimson splendor, but it was your hope that at least a single eternally heaven side would stay to grieve the sky.
മനസ്സിലായോ? ഇത് മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കണേ അല്ലേ? ഇനി നമുക്ക് ഓരോ വരിയിലെയും ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഓരോ വരിയും വായിച്ച് അത് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. You knew Emperor of India, Shah Jahan, that life, youth, wealth, renown all flowed away down the stream of time. എന്താണ് പറയുന്നത് ആ വരികളിൽ? അപ്പോൾ 3 വരികളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മിസ്. ആ 3 വരിയിൽ എന്തൊക്കെയാണ് ആശയങ്ങൾ പറയുന്നതെന്ന് വെക്കാം. അതായത് ഈ ടാഗോർ ഈ പോയം ഷാജഹാനോട് പറയുന്നതായിട്ടാണ്. യു ന്യൂ, അത് ഷാജഹാനെയാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? ഷാജഹാനോട് സംസാരിക്കുന്ന പോലെയാണ് ഈ പോയം എഴുതിയേക്കുന്നത്. അറിയാമായിരുന്നത്, ഷാജഹാൻ ചക്രവർത്തിക്ക് അറിയാമായിരുന്നത് എന്തൊക്കെയാണ് അറിയാമായിരുന്നത്? ലൈഫ്, ജീവിതം, യൂത്ത്, യൗവനം, വെൽത്ത്, സമ്പത്ത്, റീനോൺ, പ്രശസ്തി. ഈ 4 കാര്യങ്ങളും ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഇവ 4ഉം ഒഴുകിപ്പോകും അല്ലെങ്കിൽ നഷ്ടമാകും എന്നത് ആർക്കറിയായിരുന്നു എന്നാണ് കവി പറയുന്നത്? ഷാജഹാൻ ചക്രവർത്തിക്ക് അറിയാമായിരുന്നു. സോ നമുക്കറിയാം ഈ 4 കാര്യങ്ങളും. ഇപ്പൊ ജീവിതം, നമുക്ക് എന്നും ജീവൻ ഉണ്ടാകും എന്ന് ജീവിതം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സമ്പത്തും ക്ഷണികമാണ്. ക്ഷണികം എന്ന് അറിയാലോ, നശിച്ചു പോകുന്നത് ക്ഷണികമാണ്. അതുപോലെ തന്നെയാണ് യൗവനം, എന്നും യുവത്വം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പിന്നെ എന്താണ്? പ്രശസ്തി, അതും എപ്പോഴും ഇല്ല. ഇപ്പൊ ഞാനൊരു കിങ് ആയിരിക്കുന്ന സമയം എന്നെ ഓർക്കും. ഇപ്പൊ മന്ത്രി, ഇപ്പൊ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഓർക്കും. പിന്നെ എല്ലാം എക്സ് ചീഫ് മിനിസ്റ്റർ എന്നാണ് അറിയപ്പെടുക. എപ്പോഴും ഓർക്കുന്നില്ലല്ലോ. അപ്പൊ പേരും പ്രശസ്തിയും ജീവനും യൗവനവും ബാക്കിയെല്ലാം ഒക്കെ എന്താണ്? ക്ഷണികമാണ് എന്ന് ഷാജഹാൻ ചക്രവർത്തിക്ക് അറിയാമായിരുന്നല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്? ടാഗോർ ഇവിടെ പറയുന്നത്. Your only dream was to preserve forever your heart's pain. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വേദന. ആരുടെ ഹൃദയത്തിന്റെ വേദന കുറിച്ചാണ് കവി പറയുന്നത്? ഷാജഹാൻ ചക്രവർത്തിയുടെ ഹൃദയത്തിന്റെ വേദനയെ പ്രിസർവ് ചെയ്യാൻ. എന്തായിരുന്നു ആ ഹൃദയത്തിന്റെ വേദന? ഹിസ് ഓൺലി ഡ്രീം വാസ് ടു സേവ് ഫോർ ഹിസ് ഫ്യൂച്ചർ ഹിസ് ഹാർട്ട്സ് പെയിൻ, ഹിസ് ലവ് ഫോർ ഹിസ് വൈഫ് മുംതാസ്. അതായിരുന്നു പെയിൻ. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു ശൂന്യത നിലനിൽക്കുന്ന പോലെ അല്ലെ? അപ്പൊ ആ ശൂന്യത, ആ മുംതാസിന്റെ മരണം വരുത്തിയ ആ സ്പേസ്, അത് എങ്ങനെ, അതായിരുന്നു ഫോർ എവർ ദ ഷാജഹാൻസ് പെയിൻ എന്നാണ് പറയുന്നത്. ഫോർ എവർ ഷാജഹാൻസ് പെയിൻ, ഹാർട്ട് പെയിൻ എന്ന് പറയുന്നത് മുംതാസിന്റെ വിയോഗമാണ് അല്ലെങ്കിൽ മുംതാസിന്റെ മരണമാണ്. ആ ലവ് എങ്ങനെയാണ് നിലനിൽക്കുക? കാരണം ഞാൻ പറഞ്ഞു ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പം മരണശേഷവും ആ പ്രണയത്തെ എങ്ങനെയാണ് ഇമ്മോർട്ടാലായിട്ട് അനശ്വരമാക്കുക എന്നത് മാത്രമാണ് ഷാജഹാൻ ചക്രവർത്തി ഓർക്കുന്നത്. The harsh thunder of imperial power would fade into sleep like a sunset crimson splendor. എന്താണ്? ഒരു ഇടിമുഴക്കം പോലെ. ഇമ്പീരിയൽ പവർ എന്ന് പറയുന്നത് സാമ്രാജ്യിക ശക്തിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇടിമുഴക്കം പോലെ ഉണ്ടായിരുന്ന സാമ്രാജ്യിക ശക്തി പോലും വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്, ഉറക്കത്തിൽ ആണ്ടുപോകും. എങ്ങനെ? എന്തിനെ പോലെ? ലൈക്ക്, അവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. എന്തിനെ പോലെ പോകും എന്നാണ് കവി പറയുന്നത്? ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. അതായത് സൂര്യന്റെ തേജസ് അസ്തമിക്കുമ്പോൾ പോകൂലേ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇരുട്ടാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ സാമ്രാജ്യിക ശക്തിയും എന്തു പോവും? എന്താണ്? വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്. എന്താണ്? ഉറക്കത്തിലാണ്ട് പോകുന്ന വയ്ക്കുമ്പോൾ ഇല്ലാണ്ടാകും എന്നുള്ളതാണ്. നശിച്ചില്ലാണ്ടാകും അല്ലെങ്കിൽ മങ്ങി പോകും. വുഡ് ഫെയ്ഡ് ആൻഡ് സ്ലീപ്പ്, അതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫെയ്ഡ് ലൈക്ക് എ സൺസെറ്റ്സ് ഡീപ്സ് റെഡ് സ്പ്ലെൻഡർ. റെഡ് സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ അറിയാലോ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭയങ്കര സൂര്യപ്രകാശം, ഭയങ്കര സൂര്യ തേജസ്സും ആയിരിക്കും. ആ സൂര്യ തേജസ് നശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സൂര്യൻ പിറ്റേ ദിവസം വരും, അതുപോലെയാണ് കവി എന്ത് ഉദ്ദേശിക്കുന്നത്? ഷാജഹാന്റെ സാമ്രാജ്യ ശക്തിയും നശിച്ചു പോകുമെന്ന് പറയുന്നത്. But it was your hope that at least a single eternally heavy side would stay to greet the sky. പക്ഷെ ഇത് നിന്റെ മാത്രം പ്രതീക്ഷയായിരുന്നു. എന്ത്? അറ്റ്ലീസ്റ്റ് സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ദീർഘനിശ്വാസം. എറ്റേണലി ഹെവി സൈഡ് എന്ന് പറയുമ്പോൾ, ഹെവി സൈഡ് എന്ന് പറയുമ്പോൾ ദീർഘനിശ്വാസമാണ്. സോ ആ നമ്മുടെ വലുതായിട്ട് നമ്മൾ ശ്വസിക്കില്ലേ, അതാണ് എറ്റേണൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അനശ്വരമാക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടാവണം എന്ന്. എന്തിനാണ്? നമ്മുടെ സങ്കടം കാണിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? However, Shahjahan's only hope was that an eternally heavy side would stay to cause sorrow to the sky. ആകാശത്തിന് സങ്കടം വരുത്താൻ വേണ്ടിയിട്ട്
എന്ത് അറ്റ്ലീസ്റ്റ് ഒരു ദീർഘനിശ്വാസമെങ്കിലും നിലനിൽക്കണം എന്നായിരുന്നു ആരുടെ ആഗ്രഹം? ഒറ്റ പ്രതീക്ഷ അത് മാത്രമായിരുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. Though emeralds, rubies, pearls are all, but as the glitter of a rainbow trickling out empty air and must pass away, yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. So, പോയിട്ട് ഇവിടെ വളരെ മനോഹരമായി ഈ നമ്മുടെ ഷാജഹാന്റെ സങ്കടം വർണ്ണിച്ചിരിക്കുകയാണ്. രവീന്ദ്രനാഥ് ടാഗോറിന് ശരിക്കും താജ്മഹലിന്റെ ആത്മാവ് അറിയപ്പെടുന്ന ഒരാളായിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഷാജഹാന്റെ കണ്ണീര് നിലനിൽക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്? താജ്മഹലിന്റെ രൂപത്തിൽ. അതാണ് വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം വരികൾ. Though emeralds, rubies, pearls are all, but as a glitter of a rainbow trickling out empty air and must pass away. അപ്പോൾ ഇവിടെ വില കൂടിയ ഡയമണ്ട്സ് ആയ എമറാൾഡ്സ്, റൂബീസും പേൾസും ഒക്കെ അല്ലേ, ഇതൊക്കെ വില കൂടിയ ഡയമണ്ട്സ് ആണെന്ന് നമുക്കറിയാം. ഇവരുടെയൊക്കെ ആ ഷൈനിങ് അല്ലെ, ഇവരുടെയൊക്കെ ആ ഒരു ഇത് എന്തിനോടാണ് കവി കമ്പയർ ചെയ്തിരിക്കുന്നത്? ബട്ട് ആസ് എ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. ഒരു ശൂന്യാകാശത്ത് നിന്ന് പെട്ടെന്ന് വരുന്ന ആ എന്താണ് മഴവില്ല് പോലെ ആണ്. അപ്പോൾ പക്ഷെ അതെന്താണ്, ക്ഷണികമാണ്, പെട്ടെന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെയാണ് കവി ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പാരിസൺ വേണം എന്ന്, അല്ലെങ്കിൽ കമ്പാരിസൺ ശ്രദ്ധിക്കാൻ മിസ് പറയാൻ കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈ കമ്പാരിസൺ എന്താന്ന് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ സെക്ഷനിലും നേരത്തെ പറഞ്ഞ ലൈൻസിലും കമ്പാരിസൺ ഉണ്ടായിരുന്നു. ഇവിടെയും കവി കമ്പയർ ചെയ്തിരിക്കുന്നത് റെയിൻബോനുമായിട്ടാണ്. The poet says that the precious diamonds like emeralds, rubies and pearls, which are like the shining beauty of a rainbow, will be gone easily. ഇതൊക്കെ പെട്ടെന്ന് പോകും, പെട്ടെന്ന് നശിച്ചു പോകും എന്നാണ് കവി പറയുന്നത്. പക്ഷെ എന്ത് മാത്രമാണ് ഇവിടെ നിലനിൽക്കാൻ പോണെന്ന കവി പറയണ? Yet still one solitary tear. ഒരു സോളിറ്ററി എന്ന് പറയുമ്പോൾ ഏകാന്തതയാണ്. ഒരു ഏകാന്ത കണ്ണീർ, ഒരു ഏകാന്ത കണ്ണീർ എന്ന് കവി ഉദ്ദേശിക്കുന്നത് ഷാജഹാന്റെ കണ്ണീരാണ്. Would hang on the cheek of time. കാലത്തിന്റെ കവിളുകളിൽ. സോ കവി ഭാവനയാണല്ലോ, നമുക്കറിയാം ഓരോ വരിയിലും ഒളിച്ചിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് കവി ഉദ്ദേശിക്കുന്ന അർത്ഥവും നമ്മൾ നേരിട്ടുള്ള അർത്ഥം എടുക്കാൻ പാടില്ലല്ലോ ഒരു കവിതയിലും. അപ്പൊ വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം, കാലത്തിന്റെ കവിളുകളിൽ നിലനിൽക്കും അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും എന്ന് പറയുന്നത് എന്തിനാണ് കവി ഉദ്ദേശിക്കുന്നത്? ആ കാലചക്രത്തിനൊപ്പം ആ കണ്ണീര് എന്നും ഓർമ്മിക്കപ്പെടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ. എന്തിന്റെ രൂപത്തില്? എങ്ങനെയാണ് ഷാജഹാന്റെ കണ്ണീര് അല്ലെങ്കിൽ പ്രണയത്തിനെ നമ്മൾ ഓർക്കുന്നത്? താജ്മഹലിന്റെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മറന്നു പോകാത്തത്. Even so, one so lonely tear would hang on the cheek of time in the form of this great shining Taj Mahal for the future. അല്ലേ, ഭാവിയിലും പണ്ടും ഇന്നും എന്നും ഇനി ലോകമുള്ളിടത്തോളം കാലം ഈ പ്രണയവും ഈ പ്രണയ സ്മാരകവും എല്ലാവരും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായിരിക്കും. ഷാജഹാന്റെ കണ്ണീരും ഷാജഹാന്റെ പ്രണയവും നമ്മൾ എന്നും ഓർക്കും എന്നാണ് കവി പറയുന്നത്. കാരണം അതിനൊരു രൂപമുണ്ട്. നമ്മൾ പ്രണയം ഓർക്കുക എന്ന് പറയുന്നത് അവര് രണ്ടുപേരും മാത്രമല്ല, അതിനൊരു രൂപമുണ്ട്. ഇപ്പൊ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലാണ് ആ രൂപം. അതുകൊണ്ട് തന്നെ അതെന്നും അനശ്വരമായി നിലനിൽക്കും എന്നാണ് കവി പറയുന്നത്. ഈ താജ്മഹൽ എന്ന പോയം is about the transcendental nature of heart which has a power to enlighten the whole humanity which is transient. മനുഷ്യനും മാനുഷിക ജീവിതവും എന്ന് പറയുന്നത് ക്ഷണികമാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ എന്നും നിലനിൽക്കുന്ന ഒന്നല്ല. നമുക്ക് ആർക്കും മറ്റേ എന്താണ് ചിരഞ്ജീവി ആവാനൊന്നും പറ്റില്ല. സോ നമ്മളുടെ കാലം എന്ന് പറയുന്നത് വളരെ കുറച്ചു കാലമാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ ഈ ഷാജഹാന്റെ ഈ സ്മാരകം, അതായത് താജ്മഹൽ, കവി വർണ്ണിക്കുന്നത് ഒരു വലിയൊരു ആർട്ടായിട്ടാണ്, ഒരു നേച്ചർ ഓഫ് ആർട്ട്. എങ്ങനെയാണ്? സ്പിരിച്വൽ, അതായത് ആ ഒരു ഫിസിക്കൽ ഇമോജി മാത്രമല്ല, ഫിസിക്കൽ മോണുമെന്റ് ആയിട്ട് മാത്രമല്ല കവി അതിനെ വർണ്ണിക്കുന്നത്. അതിനും അപ്പുറം അത് നൽകുന്ന ആത്മീയതയും അത് നൽകുന്ന എന്താണ് സ്പിരിച്വാലിറ്റിയും എറ്റേണിറ്റിയും ഒക്കെ ഉണ്ട്. അതിനോടാണ് കവി ഇതിനെ കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? അതിന് കാണുമ്പോൾ നമ്മളത് കാണുമ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു മോണുമെന്റ് എന്ന് മാത്രമല്ല കാണുന്നത്, അതിനും അപ്പുറം നമ്മൾ അവരുടെ പ്രണയവും കൂടി എന്നും ഓർക്കുന്നുണ്ട് ഇല്ലേ. അല്ലാതെ ഇപ്പൊ നമ്മളൊരു ഭംഗിയുള്ള ഒരു എന്തെങ്കിലും ഒരു ആർട്ട് കണ്ടെന്ന് വിചാരിക്കുക,
നമ്മളൊരു വലിയൊരു ഫ്ലാറ്റ്, ഒരു വീട്, ഒരു ഹൗസ് വാമിങ്ങിന് പോയി നമ്മൾ ഭംഗിയുള്ള ആ വീട് കണ്ട് നല്ല ഭംഗിയുള്ള വീട് എന്ന് പറഞ്ഞ് നമ്മളത് ഓർത്ത് തിരിച്ചു പോരും. പക്ഷെ ഇവിടെ ഒരു താജ്മഹൽ കാണാൻ പോയ നമ്മൾ ഓരോ മുക്കിലും മൂലയിലും ഷാജഹാന്റെ മുംതാസിനോടുള്ള പ്രണയവും സ്മരിക്കുമെന്നാണ് കവി പറയുന്നത്. മനസ്സിലായല്ലോ? ആ ഒരു മോണുമെന്റിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ? ചുമ്മാ പണിത ഒരു മോണുമെന്റ് അല്ല അത്. വെറുതെ നമ്മുടെ കലാപ്രദർശനത്തിന് വേണ്ടി പണിത ഒരു മോണുമെന്റ് അല്ല. ഇതിനു വേണ്ടിയിട്ടാണ്, ആ പ്രണയത്തിന്റെ അനശ്വരമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഷാജഹാൻ പണിതതാണ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ആർട്ട് അലോൺ വിച്ച് എംബഡീസ് ദ ഫീലിങ്സ് ഓഫ് മാൻ. മനുഷ്യന്റെ എല്ലാ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. ഒരു മനോഹരമായ ഫീലിംഗ് ആണ്, ഇല്ലേ? നിങ്ങളും സമ്മതിക്കില്ലേ? നമ്മൾ മൂവീസിലൊക്കെ കാണാറുണ്ട്, പ്രണയം എന്നത് ഒരു മനോഹരമായ ഒരു സംഭവമാണ്. ഒരു മനുഷ്യന് പ്രണയം എന്നും നിലനിൽക്കേണ്ട ഒന്നാണ്. മനുഷ്യന് പ്രണയമില്ലാതെ എന്ത് ജീവിതം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആ പ്രണയത്തിന്റെ സ്മാരകം നിലനിൽക്കുമ്പോൾ നമുക്കും ഒരു വിശ്വാസം വരുന്നതാണ്. എന്നും പ്രണയത്തിനൊരു മരണമില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടണ പോലെയാണ്, അല്ലേ? Here the Taj Mahal represents the intense aspiration of Emperor Shah Jahan to glorify his sorrow. തന്റെ വേദന എന്തായിരുന്നു? ഷാജഹാന്റെ വേദന മുംതാസ് മരിച്ചു പോയതിന്റെ വേദന, തന്റെ പ്രണയം തനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന എന്നും നിലനിൽക്കാൻ വേണ്ടി, എന്നും ഓർമ്മിക്കപ്പെടുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇല്ലേ? അതാണ് താജ്മഹൽ. ഇറ്റ് ഈസ് ഓൾസോ an eternal monument that immortalizes that. ഒരു കലയെ അനശ്വരമാക്കുന്ന, എന്നും നിലനിർത്തുന്ന ഒന്ന് കൂടിയാണ് താജ്മഹൽ എന്നാണ് കവി പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ താജ്മഹൽ കാണാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് വന്നില്ലേ? അപ്പൊ താജ്മഹൽ എന്ന് പറയുന്ന മോണുമെന്റ് നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കും അപ്പുറം പ്രണയത്തിനെ അനശ്വരമാക്കിക്കൊണ്ടുള്ള ഒരു മോണുമെന്റ് കൂടിയാണ്. അപ്പോൾ നമുക്കും മനസ്സിലായില്ലേ, രവീന്ദ്രനാഥ് ടാഗോർ ആ താജ്മഹലിന്റെ ആത്മാവുമായി ഇഴകി ചേർന്നുകൊണ്ടാണ് ഈ കവിത ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഓരോ വരികളിലും രവീന്ദ്രനാഥ് ടാഗോർ വ്യക്തമായി പറയുന്നത് ഷാജഹാനും മുംതാസിനോടുള്ള പ്രണയവും ആ താജ്മഹൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഓർമ്മിക്കും എന്നുള്ളതുമാണ്. മനസ്സിലായല്ലോ? നല്ലൊരു വണ്ടർഫുൾ പോയം അല്ലേ? ബ്യൂട്ടിഫുൾ പോയം അബൌട്ട് ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് താജ്മഹലിനെ പറയാം. സോ നമ്മൾ ചാപ്റ്റർ ഒക്കെ കണ്ടു, പോയൊക്കെ പഠിച്ചു, ഇല്ലേ? താജ്മഹൽ പഠിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻ ദ പോയറ്റ്സ് വ്യൂ ആർ ദ തിങ്സ് ദാറ്റ് വുഡ് ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം? കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഒഴുകി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോയറ്റിന്റെ ഒരു കവിയുടെ ഭാവനയില്, കവിയുടെ ഇതില് വ്യൂ പോയിന്റില് എന്തൊക്കെയാണ് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോണേന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലൈഫ് ഉണ്ട്, യൂത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട്, റീനോ ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ് കവി പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ലൈഫ് എന്ന് പറയുമ്പോൾ ജീവൻ, സമ്പത്ത്, യൗവനം, പിന്നെ എന്തായിരുന്നു? പ്രശസ്തി. ഈ 4 കാര്യങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുമെന്നാണ് കവി പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പോയിറ്റ്, ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് റീനോൺ ആർ ദ തിങ്സ് ദാറ്റ് വുഡ് ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. ഇതൊക്കെയാണ് പോയിറ്റിന്റെ വ്യൂ അനുസരിച്ചിട്ട് ഒഴുകിപ്പോകുന്ന കാര്യങ്ങൾ. നിങ്ങളുടെയും വ്യൂ അത് തന്നെയല്ലേ? ഒന്നും നിൽക്കില്ലല്ലോ, ഉറപ്പായിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് വാസ് ഷാജഹാൻസ് ഹാർട്ട് പെയിൻ? എന്താണ് ഷാജഹാന്റെ ഹൃദയവേദന എന്നാണ് പറയുന്നത്. എന്താണ് ഹൃദയവേദന? നിങ്ങൾക്ക് ഉണ്ടോ ഹൃദയവേദന? ഹൃദയം ഉണ്ടോ? എന്തല്ലേ? സോ വാട്ട് വാസ് ദ പെയിൻ ഓഫ് ഷാജഹാൻ? ഹാർട്ട് പെയിൻ എന്തായിരുന്നു ഷാജഹാന്റെ? ദ മെമ്മറീസ് ഓഫ് ഹിസ് ബിലൗഡ് വൈഫ്. ആരായിരുന്നു വൈഫ്? മുംതാസ് അല്ലേ? മുംതാസ് വാസ് ഷാജഹാൻസ് ഹാർട്ട് പെയിൻ. ഹി വാണ്ടഡ് ടു പ്രിസർവ് ഇറ്റ് ബൈ ബിൽഡിംഗ് എ മോണുമെന്റ്. അപ്പൊ ഷാജഹാന്റെ ഹൃദയവേദന എന്ന് പറയുന്നത് മുംതാസിന്റെ ഓർമ്മകളായിരുന്നു. മുംതാസ് മരിച്ചു പോയിട്ട് മുംതാസിന്റെ ഓർമ്മകൾ ഷാജഹാൻ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. നല്ല രീതിയിലാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രേതങ്ങളൊന്നും പേടിപ്പിക്കണ പോലെയൊന്നുമല്ല. സോ ദ മെമ്മറീസ് വാസ് ദെയർ. അപ്പോൾ ഹി വാണ്ടഡ് ടു പ്രിസർവ് ഇറ്റ് ബൈ ബിൽഡിംഗ് എ മോണുമെന്റ്. ആ ഓർമ്മകളെ എന്നും സൂക്ഷിക്കാൻ, എന്നും ഈ ലോകത്തിലെ എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട്, വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രണയ ഉപഹാരമായിട്ടാണ് താജ്മഹൽ ഉണ്ടാവുന്നത്. മുംതാസ് അത് കണ്ടിട്ടില്ലെന്ന് മാത്രം. ലോകം മുഴുവൻ മുംതാസിന്റെയും ഷാജഹാന്റെയും പ്രണയം അറിയുമ്പോൾ മുംതാസ് എന്ന് പറഞ്ഞ വ്യക്തി എന്തായാലും ആ പ്രണയോപഹാരം കണ്ടിട്ടില്ല എന്നതാണ് ഒരു കോൺട്രവേഴ്സി അല്ലേ? കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും പ്രണയം എന്നുള്ള ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വരുമ്പോൾ നമ്മൾ അതൊക്കെ പ്രിസർവ് ചെയ്യാറുണ്ട്. ലൈക്ക് മേ ബി റാപ്പേഴ്സ് ഓഫ് ചോക്ലേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ പൂവായിരിക്കാം, ഡ്രസ്സൊക്കെ ആണെങ്കിലും. ഇവൻ ഞാൻ കണ്ടിട്ടുണ്ട് 10th സ്റ്റാൻഡേർഡിൽ അല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച് 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഡേ വരുമ്പോൾ എന്ത് പറ്റും? ഫെയർവെല്ലാണ് അല്ലേ? പിന്നെ ഇത്രയും വർഷം 10-12 വർഷത്തെ LKG UKG ഒക്കെ കൂടി 10-12 വർഷത്തെ സ്കൂൾ ലൈഫിനോട് വിട പറയുന്ന സമയം ഈ ഷർട്ടിന്റെ ബാക്കിലൊക്കെ എന്തെടുക്കും? പേരൊക്കെ എഴുതി വെക്കും. പേരൊക്കെ എഴുതി ഓരോരുത്തരുടെ പേരുണ്ടാവും.
അലക്കാൻ കൂടി സമ്മതിക്കില്ല. കാരണം എന്താ, ഇങ്ക് പോകും ഇല്ലേ? സോ അങ്ങനെയുള്ള കുറേ എന്താണ് ആചാരങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഒരു പെന്റെ മഷി പോലും പോകാതെ സൂക്ഷിക്കുന്ന നമ്മൾ ഷാജഹാന്റെ പ്രണയം ഷാജഹാൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലേ, വലിയ കാര്യമാണ്. Third one, why is imperial power compared to the splendor of sunset? Imperial power എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സൺസെറ്റിനോട് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? അതായത് സൂര്യാസ്തമയവും ഇമ്പീരിയൽ പവറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇമ്പീരിയൽ പവർ ഞാൻ പറഞ്ഞു സാമ്രാജ്യിക ശക്തിയാണ്. ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാജാവിന് കുറേ ശക്തികളുണ്ട് ഇല്ലേ, കുറേ പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സും ഈ സൺസെറ്റിനോട്, പവേഴ്സിനെ എന്തുകൊണ്ടാണ് സൺസെറ്റിനോട് ഉപമിച്ചിരിക്കുന്നതെന്ന് ലൈക്ക് എന്ന വേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് സൺസെറ്റായിട്ട്. സൺസെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂര്യാസ്തമയം പോയി കഴിയുമ്പോൾ നമുക്കറിയാം മൊത്തത്തിലൊരു ഇരുട്ട് വ്യാപിക്കും അല്ലേ. സെയിം വേ ഒരിക്കലും ഈ ഇമ്പീരിയൽ പവർ എന്ന് പറയുന്നതും എന്നും നിലനിൽക്കുന്ന ഒന്നല്ല. ലൈക്ക് ദ സൺസെറ്റ്, ഇമ്പീരിയൽ പവർ ഓൾസോ ഡിമിനിഷസ് ആൻഡ് ഫീഡ്സ്. സൂര്യാസ്തമനം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആദ്യം പതുക്കെയാണ് സൂര്യൻ പോകുന്നത്, പിന്നെ ഇങ്ങനെ താന്നു പോയി മൊത്തത്തിൽ അങ്ങാട് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. സെയിം വേ ഇമ്പീരിയൽ പവർ ഓൾസോ ഡസ് ദ സെയിം. അതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. Pick out the lines which means emeralds, rubies and pearls are transient. എമറാൾഡ്സും റൂബീസും പേൾസും ഒക്കെ ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ഷണികമാണ്, നശിച്ചു പോകുന്ന സാധനങ്ങളാണ് എന്ന് കവി പറയുന്ന ലൈനുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? The emeralds, rubies, pearls are all, but as a glitter of a rainbow, tricking out empty air and must pass away എന്നതാണ് ലൈൻസ്. 3 ലൈൻസ് ഉണ്ട് ടോട്ടലി. അപ്പോൾ ഈ 3 ലൈൻസും കാണാതെ പഠിക്കണം. യു കനോട്ട് മേക്ക് എനി കറക്ഷൻസ് ഇൻ ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയ പോലെ ആ വരികളെ മാറ്റി എഴുതാൻ പറ്റില്ല. കവി പറയുന്ന വരികൾ എന്ന് പറയുമ്പോൾ അത് അതുപോലെ തന്നെ ആൻസർ പേപ്പറിൽ എഴുതിയാൽ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. കേട്ടല്ലോ? അതിൽ മാറ്റം വരുത്തരുത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ ശരിയാക്കിയിട്ട് എഴുതണം കേട്ടോ. All float away. Fifth one. All float away down the stream of time. What image do you get from this line? എല്ലാം ഒഴുകിപ്പോകും കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്ത് ചിത്രമാണ് വരുന്നത്? എന്തെങ്കിലും ചിത്രം വരുന്നുണ്ടല്ലോ. 2018 കണ്ടിട്ടുള്ള മലയാളം മൂവി കണ്ടിട്ടുള്ള നമുക്കറിയാൻ പറ്റും ഒരു പ്രളയകാലം നമുക്ക് സമ്മാനിച്ചത് എന്താണെന്നുള്ളത്. ഈവൻ നമ്മൾ അതിനൊക്കെ അനുഭവിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർ അനുഭവിച്ചത് കണ്ടതാണ് നമ്മൾ. അതെല്ലാം കൂടി നമ്മൾ വീണ്ടും മൂവിയിൽ കണ്ടപ്പോൾ നമുക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ലോകത്തുള്ളതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന്. അത് തന്നെയല്ലേ ആ മൂവി തന്ന പാഠവും. മനുഷ്യന്റെ അത്യാഗ്രഹങ്ങളും ഇതും അനുസരിച്ച് മനുഷ്യൻ കെട്ടിപ്പൊക്കിയ വീട് പോലും അല്ലേ നിമിഷ നേരം കൊണ്ടാണ് മാഞ്ഞു പോണത്. ഇല്ലാണ്ടാവണേ മാഞ്ഞു പോണത്. അങ്ങനെ അതായത് നമ്മുടെ ജീവന് പോലും ഒരു ഉറപ്പുമില്ല എന്ന് നമുക്കറിയാം. നാളെ അലാം ക്ലോക്ക് വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ എണീക്കുമ്പോൾ നമുക്കറിയാം ഒരു ഉറപ്പുമില്ല അതിന്, നാളെ കാണോ സൂര്യ ഉദയം എന്നുള്ളതിന്. സോ സ്റ്റിൽ നമ്മൾക്ക് അപ്പോൾ നമ്മുടെ നല്ല കുറേ സ്വഭാവങ്ങൾ എപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്യുക, കുറേ ചീത്ത സ്വഭാവങ്ങൾ മാറ്റി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളും ഓർമ്മിക്കപ്പെടണ്ടേ, ആരാലെങ്കിലും കുറച്ച് പേരെങ്കിലും നമ്മൾ ഓർക്കണ്ടേ. അപ്പോൾ സോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വിഷ്വൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്? The visual image of things floating down the stream gives us the image that whatever is worldly, എന്തൊക്കെ ഈ ഭൂമിയിലുണ്ടോ ലോകത്തുണ്ടോ, will perish one day, അതൊക്കെ നശിച്ചിരിക്കും ഒരു ദിവസം, ഇതെല്ലാം നശിച്ചു പോകും എന്നുള്ള ഒരു ഇമേജ് ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ആ കവി എഴുതിയേക്കുന്ന ആ വരികൾ കേൾക്കുമ്പോൾ. Pick up the 2 instances of simile from the poem. സിമിലിക്ക് ഉദാഹരണം, സിമിലി ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച്? ഒരു പോയം വായിക്കുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ലാംഗ്വേജസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു പോയറ്റിക് ഡിവൈസ് ആണത്. ഒരു പോയം സാധാരണ എഴുതുന്ന പോലെ എഴുതുന്നേക്കാൾ മനോഹരമാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്ത്. അലിട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫിഗർ ഓഫ് സ്പീച്ചസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ പോയത്തിൽ വന്നേക്കുന്നത് സിമിലി എന്ന് പറഞ്ഞൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. സിമിലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈക്കും ആസും വെച്ച് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ നമുക്ക് നോക്കാം. The harsh thunder of imperial power would fade into sleep like as the sunset's crimson splendor. ഇവിടെ ലൈക്ക് കണ്ടോ? ഈ ലൈൻ വെച്ചിട്ട് അതായത് സൂര്യാസ്തമയത്തിനോട് കമ്പയർ ചെയ്തേക്കുന്നതാണ്. എന്തിനാ? ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവറും സൂര്യാസ്തമനം പോലെ തന്നെ നശിച്ചു പോകും എന്ന് പറയുമ്പോൾ കവി ലൈക്ക് എന്ന വേർഡ് വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ദർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമിലി ആണ്. സെക്കൻഡ് ലൈൻ വരുന്നത് ദ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ ഓൾ,
ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ, ആസ് കണ്ടോ, അതാണ് നെക്സ്റ്റ്. ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ ആൻഡ് മസ്റ്റ് പാസ് അവേ. സോ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ പോയത്തിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമിലിയാണ്. വേറെ ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഉണ്ടാവാം, ഈ പോയത്തിൽ എന്തായാലും ഫിഗർ ഓഫ് സ്പീച്ച് എന്ന ഇതിൽ വരുന്നത് സിമിലിയാണ്. സോ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ ഓവറായി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും മനസ്സിലായല്ലോ. ചെറിയ പോയമാണ്, അതുകൊണ്ട് തന്നെ 6 ക്വസ്റ്റൻ ആൻസേഴ്സേ ഉള്ളൂ. എളുപ്പം പഠിക്കാം. ഓഥറിന്റെ പേരും ഓർത്തിരിക്കുക, പോയത്തിന്റെ പേരും ഓർത്തിരിക്കുക. സിമ്പിൾ അല്ലേ? താജ്മഹൽ റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോകാം. So activity 1. In this poem the poet uses similes and metaphors. അപ്പോൾ ഈ പോയത്തിൽ പോയറ്റ് ഉപയോഗിക്കുന്നത് similes and metaphors ആണ്. A simile is a figure of speech. ശ്രദ്ധിച്ചു കേൾക്കുക. A simile is a figure of speech. A simile is a figure of speech that draws comparison between two things using the words like or as. ഞാൻ പറഞ്ഞു like or as വെച്ച് കമ്പയർ ചെയ്യുന്ന വാക്കുകളെ കമ്പയർ ചെയ്യുന്ന പോയത്തിൽ നമുക്ക് പറയാം സിമിലിയാണ് ആ പോയത്തിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയാം. അപ്പോൾ അതിൽ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ഇതാണ്, പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് സിമിലീസ് ഫ്രം ദ പോയം. ഏതൊക്കെ സിമിലീസ് ഉണ്ട് എന്ന് പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുക. സോ പോയം വായിച്ച് നമുക്ക് ഓൾറെഡി ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കറിയാം. ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ, എന്താണ് ഹാർഷ് ഓഫ് ഇമ്പീരിയൽ പവറിനെ കമ്പയർ ചെയ്യണത് അങ്ങനെയല്ലേ? ഹാർഷ് ഓഫ് ഇമ്പീരിയൽ പവർ അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ നമുക്കറിയാം എന്ത് ലൈക്ക് അത് കമ്പാരിസൺ വന്നേക്കാണ് അല്ലേ? പിന്നെ എന്താണ് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. ഇവിടെ ഫസ്റ്റ് ലെറ്റർ ആസ് ആണ്. അതിനു മുമ്പുള്ള ലൈൻ എന്തായിരുന്നു? എമറാൾഡ്സ് റൂബീസ് പേൾ ആൻഡ് ഓൾ അല്ലേ? അതെല്ലാം എന്തുപോലെയാണ്? ഒരു റെയിൻബോ പോലെയാണ്, ഒരു മഴവില്ല് പോലെയാണ്. അപ്പൊ ലൈക്കും ആസും വെച്ച് കമ്പയർ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ചിൽ സിമിലി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി സിമിലി എന്താണെന്ന് ചോദിച്ചാൽ അറിയാലോ. സോ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 2. ദാറ്റ് ഈസ് poet uses various images to lead the readers to a sensory experience. കുറേ കാര്യങ്ങൾ പോയറ്റ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് പോയം എടുത്ത് നോക്കിയാലും അറിയാം പോയറ്റ്സ് ഓൾവേസ് യൂസ് വേരിയസ് ഇമേജസ് അല്ലേ? കാരണം അത് നമ്മൾ പറയുമ്പോൾ ഇപ്പം മിസ് തന്നെ കുറേ പഠിപ്പിക്കുമ്പോൾ കുറച്ച് മൂവിയുടെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. പാഠത്തിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ഡൈവേർട്ട് ആവും. ഇത് പെട്ടെന്ന് വേറെ ഒരു ഡൈവേർഷൻ മിസ് തന്നെ തരുവാണെങ്കിലോ ഓക്കെ അതൊരു അപ്പൊ തന്നെ ഒരു ഇത് വരും അല്ലേ? ലൈക്ക് വൈസ് ഈ മൂവീസ് ലിവ് കണ്ടിന്യൂസ് അവാർഡ് മൂവീസ് കണ്ടിട്ടുണ്ടോ? അവാർഡ് മൂവീസ് കാണുമ്പോൾ ബോറടിക്കൂലേ? കാരണം അതിൽ പാട്ടില്ല, കോമഡിയില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ കാണാൻ പോണ മൂവീസിൽ ഇതെല്ലാം ഉണ്ട്. സോ അത് നമ്മൾ പിടിച്ചിരുത്തും. ഇതുപോലെ തന്നെയാണ് ഇവിടെയും പോയം വായിക്കുമ്പോൾ ഇതിൽ കുറേ വിഷ്വൽ ഇമേജസ് ഉപയോഗിക്കും. എന്തിനാണ്? നമുക്കൊരു ഇമേജ് കിട്ടാൻ, നമ്മൾക്ക് അതൊരു സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. Images often gives us mental pictures that appeal to our senses of sight, sound, taste, touch and smell. അപ്പോൾ നമ്മൾ ഹാർഷ് ഓഫ് തണ്ടർ എന്ന് പറയുമ്പോൾ ഇടിമുഴക്കം അല്ലേ? നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ക്രിംസൺ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ തേജസ്, ആ ചുവപ്പ്. ക്രിംസൺ എന്ന് പറയുന്നത് ഭയങ്കര ചുവപ്പില്ലേ? സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ചുവപ്പ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോയറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ വെറുതെ താജ്മഹലിന് മാത്രമല്ല കാണുന്നത്, താജ്മഹൽ അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ഫെയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോയറ്റ് നമുക്ക് കുറേ ഇമേജസ് തരുന്നുണ്ട്. അത് നമ്മൾ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ്, ആ പോയം വായിക്കുമ്പോഴുള്ള ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ്. വിഷ്വൽ എന്ന് പറയുന്നത് എന്താ? കാണുന്നത്. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ കേൾക്കുന്നത്. ഇമേജസ് ഫ്രം ദ പോയം. 1 is done for you. ഒരെണ്ണം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണ് പോയത്തിലുള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് പറയണം. അപ്പോൾ വിഷ്വൽ ഇമേജസ് കണ്ടുപിടിക്കണം, ഓഡിറ്ററി ഇമേജസ് കണ്ടുപിടിക്കണം. ഓഡിറ്ററിയിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഹാർഷ് തണ്ടർ ആണ്. വേറെ ഓഡിറ്ററി ഒന്നും പറഞ്ഞിട്ടില്ല, ഹാർഷ് തണ്ടർ മാത്രമേ ഉള്ളൂ. ഇനി വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണ് പോയത്തിൽ വന്നേക്കണേന്ന് നോക്കാം. ക്രിംസൺ ഞാൻ പറഞ്ഞു എന്താണ്? ആ ചുവപ്പില്ലേ? സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ഒരു ചുവപ്പ് കണ്ടിട്ടുണ്ടോ? സൺസെറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സൺസെറ്റ് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. വണ്ടർഫുൾ സൈറ്റ്സ് ആണ്. നമ്മൾ വൗ വാട്ട് എ വണ്ടർഫുൾ സൈറ്റ് എന്ന് അത് നോക്കി പറഞ്ഞിരിക്കും. സോ ഇറ്റ് ഇസ് എ വെരി വണ്ടർഫുൾ സൈറ്റ്. അറ്റ്ലീസ്റ്റ് പോയി കാണുക, കാണാത്തവർ. എനിക്ക് തോന്നുന്നു മിക്കവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചുവപ്പിനെയാണ് നമ്മൾ ക്രിംസൺ എന്ന് കവിയോട് ഉദ്ദേശിക്കണം. അപ്പോൾ അത് നമുക്ക് ആ ചുവപ്പ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സെൻസസും ഒരുമിച്ച് വർക്ക് ചെയ്യാണ് അല്ലേ? വായിക്കുന്നത് കണ്ണുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ വായിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കണുണ്ട്. അപ്പോൾ സോ ചെവിയുണ്ട്, വായിക്കണത് വായ കൊണ്ടിട്ടാണ് അല്ലേ? സോ അത് പിന്നെ നമ്മൾ ഇതൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഫീൽ ചെയ്യണം കേട്ടോ വായിക്കുമ്പോൾ, അല്ലാതെ വെറുതെ വായിച്ചു പോകരുത്. അപ്പം നമ്മളിത് ഫീൽ ചെയ്യണം. സോ ഓൾ ദ സെൻസസ് ആർ യൂസ്ഡ് ദെയർ. അതാണ് എല്ലാ ഹിയറിങ്ങും ഈ സീയിങ്ങും
ബാക്കി എല്ലാം സെൻസസ് ഒരുപോലെ യൂസ് ചെയ്ത് വായിച്ചു വരുമ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ബോറടിച്ച് ചാകും. അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി സ്പ്ലെൻഡർ, തേജസ്, സൂര്യൻ്റെ ആ തേജസ്സിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. പിന്നെ റെയിൻബോ. ആ റെയിൻബോ എന്ന് കവി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലൊരു റെയിൻബോ കണ്ടില്ലേ? കാണണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പോയറ്റിക് ഇമേജസ്. അപ്പൊ നിങ്ങൾക്കും നാളെ ഒരു പോയം എഴുതാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പോയത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. സോ നമുക്കും റൈറ്റേഴ്സ് ആവാം. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് രവീന്ദ്രനാഥ് ടാഗോർ മാത്രമല്ല, കുറേ റൈറ്റേഴ്സ് ഇല്ലേ, നമുക്കും അതിലൊരാളാവാൻ പറ്റും. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക അല്ലേ. അപ്പൊ ഇങ്ങനെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, അല്ല ജസ്റ്റ് 2 lines ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് അതിൽ എന്തൊക്കെ വിഷ്വൽ ഇമേജസ് കൊണ്ടുവരാൻ പറ്റും നോക്കുക. ലൈക്ക്വൈസ് യു ക്യാൻ ഡു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റി 2. ഇനി ആക്ടിവിറ്റി 3, റൈറ്റ് ഡൗൺ വേർഡ്സ് ഫ്രം ദ പോയം റിലീസ് ടു ട്രാൻസിയൻസ് ആൻഡ് എറ്റേണിറ്റി. ട്രാൻസിയൻസും എറ്റേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയത്തിലെ ലൈൻസ് എഴുതാനാണ് പറഞ്ഞത്. ട്രാൻസിയൻസ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് ഓർ ഫാക്ട് ഓഫ് ലാസ്റ്റിംഗ് ഓൺലി ഫോർ എ ഷോർട്ട് ടൈം, കുറച്ച് നാൾ മാത്രം നിലനിൽക്കുന്ന കാര്യങ്ങൾ, അതാണ് ട്രാൻസിയൻസ്. എറ്റേണിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, എന്നും നിലനിൽക്കുന്നത്. അതായത് അനശ്വരവും നശ്വരവും ഇല്ലേ, അനശ്വരം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്, നശ്വരം എന്ന് പറഞ്ഞാൽ ക്ഷണികമാണ്. ദാറ്റ് ഇസ് ഇറ്റ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം പോയത്തില്. ട്രാൻസിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നേക്കുന്നത് ലൈഫ്, യൂത്ത്, വെൽത്ത്, റീനോൺ, പവർ ഇല്ലേ, പവറും ട്രാൻസിയൻസിൽ തന്നിട്ടുണ്ട്. എറ്റേണിറ്റി എന്ന് പറയുമ്പോഴോ ഹാർട്ട്സ് പെയിൻ, താജ്മഹൽ, എറ്റേണലി ഹെവീഡ് സൈൻ ഇല്ലേ, പോയിറ്റിന്റെ ആ ദീർഘനിശ്വാസം എന്നും ഓർക്കൂലേ, സോളിറ്ററി ട്രിയർ, കണ്ണീരും ഇല്ലേ. സോ ഇതൊക്കെയാണ് എറ്റേണിറ്റിയും ഇതൊക്കെയാണ് ട്രാൻസിയൻസും പോയത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതിൽ കൂടുതൽ സാധനങ്ങളുണ്ട്, നമ്മൾ ഈ പോയത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സോ നമ്മൾ പോയം കണ്ടു, ആക്ടിവിറ്റീസ് കണ്ടു. അപ്പോൾ ആക്ടിവിറ്റീസ് ഒക്കെ മിസ് ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിന്റെ ബുക്കിൽ നിന്നാണ്. സോ നിങ്ങൾക്കും റെഫർ ചെയ്യാം എക്സാം പോയിന്റിന്റെ ബുക്സ്. സോ എന്തായിരുന്നു നമ്മുടെ പോയം? സോ വാട്ട് വാസ് ദ കൺക്ലൂഷൻ അബൌട്ട് ദ പോയം താജ്മഹൽ? സോ താജ്മഹൽ വാസ് റിട്ടൺ ബൈ ഹൂം? രവീന്ദ്രനാഥ് ടാഗോർ. അതിലെ പോയിറ്റ് പറഞ്ഞിട്ടുള്ള കഥ, അതായത് താജ്മഹൽ എന്ന് പറഞ്ഞാൽ ആ പോയത്തിന്റെ സമ്മറി എന്താണ്? സമ്മറി എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്കറിയാം, പോയിറ്റിന്റെ വിഷമങ്ങളാണ് പറയുന്നത് അല്ലെ. പോയിറ്റിന്റെ ഫസ്റ്റ് വിഷമം പറയുന്നുണ്ട്. പോയിറ്റ് പറയുന്നത് ആദ്യമേ ഷാജഹാനോട് പറയുന്നത്, ഷാജഹാൻ അറിയാം എല്ലാം എന്താണ് നശ്വരമാണെന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നശ്വരമാണെന്ന് പറയുന്നത്? ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് റിനോൺ, എല്ലാം ഇസ് എവറിത്തിങ് ഇസ് എന്ത്, എവറിത്തിങ് വിൽ ഫ്ലോട്ട് അവേ അക്കോർഡിംഗ് ടു ദ ടൈം. ടൈം അനുസരിച്ച് കാലത്തിന്റെ കുത്തൊഴുകിൽ പെട്ട് ഇതെല്ലാം ഒഴുകി പോകുമെന്ന് ഷാജഹാൻ അറിയാം എന്നാണ് കവി പറയുന്നത്. അത് കഴിഞ്ഞ് കവി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഷാജഹാന്റെ ഹൃദയവേദനയെ പ്രിസർവ് ചെയ്യണമെന്ന് ഷാജഹാന് തോന്നി. ഹൃദയവേദന എന്തായിരുന്നു? മുംതാസ് അല്ലെ, മുംതാസിനോടുള്ള പ്രണയം, മുംതാസിന്റെ ഓർമ്മകൾ അല്ലെ, മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഓർമ്മകളൊക്കെ പ്രിസർവ് ചെയ്യണം തോന്നി. ആ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് തീരുമാനിക്കുന്നത്? ഒരു മോണുമെന്റ് പണിയാമെന്ന് തീരുമാനിക്കുന്നു. പിന്നെ പറയുന്നുണ്ട് എമറാൾഡ്സും പവേഴ്സും ഈവൻ എല്ലാം, റൂബീസ്, പേഴ്സ്, എവറിത്തിങ് വിൽ ഫെയ്ഡ് അവേ ലൈക്ക് ദ എന്താണ്, ലൈക്ക് ദ റെയിൻബോ ആയിട്ട് ഫെയ്ഡ് ആകും. പിന്നെ പവറും, ഇമ്പീരിയൽ പവറും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും. അതായത് വേൾഡ്ലി തിങ്സ്, എവറിത്തിങ് വിൽ ബി ഗോൺ, എവറിത്തിങ് വിൽ പെറിഷ് എന്നാണ് കവി പറയുന്നത്. only the thing which is left, അതായത് the solitary tear of ഷാജഹാൻ will be there, how, as a white gleaming Taj Mahal എന്നാണ് കവി പറയുന്നത്. സോ ഈ പോയം വളരെ ഇൻട്രസ്റ്റിംഗ് പോയമാണ്, വെരി ഷോർട്ട് പോയമാണ്, നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഷോർട്ട് പോയമാണ്. സോ എല്ലാവർക്കും ആക്ടിവിറ്റീസും പോയവും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ചിൽഡ്രൻ.